ഈ മുൻ CPI ജില്ലാ സെക്രട്ടറി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ ശിവരാമൻ, ഈ അനിമോൻ എന്ന ബാറുടമകളുടെ ജില്ലാ പ്രസിഡന്റിന്റെ ആരോപണത്തിന് പിന്നിൽ കഴമ്പുള്ളതായി താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ആരോപണത്തെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കണം. അതിന്റെ പിന്നിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം ഇങ്ങനെ ഒരു തീരുമാനം വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജിൽ ശബ്ദരേഖയിലൂടെ പുറത്തുവിടുക എന്ന് പറയുന്നത് തന്നെ സംശയകരമാണ്. അത് ഏതെങ്കിലും തരത്തിൽ പുറത്തു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം ചെയ്തതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അതിന്റെ മുഖത്ത് കരിവാരി തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ, വളരെ അതിന് പിന്നെ വലിയ ഗൂഢാലോചനയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ആലോചിക്കണം. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ബാർ ഉടമകളോട് ഇങ്ങനെ വലിയ തോതിൽ പണം പിരിക്കുന്ന ആരോപണം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഉണ്ടായിട്ടില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ഇങ്ങനൊരു പുതിയ ഗവൺമെന്റിന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നും അതിന് നമ്മൾ പണം കൊടുക്കണമെന്നും ആ മട്ടിലുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നത്. അതുകൊണ്ട് അത് വളരെ ഗൗരവമായി ഗവൺമെന്റ് കാണേണ്ടതാണ്, ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ശ്രീ ശിവരാമൻ, അനുകൂലമായ മദ്യനയത്തിന് വേണ്ടിയിട്ടാണ് പണപ്പിരിവ് എന്ന് പുറത്തു വന്ന ഓഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിനെ അവിശ്വസിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഒരു ബാറുടമ അല്ലെങ്കിൽ ബാറുടമകളുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് തൻ്റെ സഹപ്രവർത്തകർക്ക് അയച്ച സന്ദേശത്തിലാണ്. അതിനകത്ത് എന്ത് അവിശ്വാസമാണ് താങ്കൾ രേഖപ്പെടുത്തുന്നത്? അല്ല, ബാറുടമകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നു കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് അല്ല കേരളത്തിലെ ഗവൺമെന്റ്. ഈ എക്സൈസ് നയത്തിൽ വരുത്തുന്ന ഏത് മാറ്റവും പൊതു താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കണം താനും. ഇവിടെ കാതലായ മാറ്റങ്ങളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അനിമോൻ അങ്ങനെ പറയുന്നത് ഡ്രൈ ഡേ അത് വർക്കിംഗ് ഡേ ആക്കി മാറ്റും, മറ്റിളവുകൾ തരും, അങ്ങനെ നമ്മളെ സഹായിക്കുന്നവർക്ക് നമ്മൾ തിരിച്ചു സഹായിക്കണമെന്നാ. അപ്പൊ ആ പറയുന്നത് ഗൗരവമുള്ളൊരു കാര്യമാണ്. ഗവൺമെന്റ് അതിന്റെ അർത്ഥം ഈ ബാർ മുതലാളിമാർ വിചാരിച്ചാൽ ഗവൺമെന്റിന്റെ എക്സൈസ് നയത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നാ. അത് ഗുരുതരമായ പ്രശ്നമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അങ്ങനെ ഏതെങ്കിലും ഒരു സംഘടന കീഴടങ്ങുന്ന ഒരു ഗവൺമെന്റ് അല്ല, കീഴടങ്ങുന്ന മുന്നണിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം വേണം. അതായത് ഇക്കാര്യത്തില് സർക്കാരിന്റെ നയം മാറ്റുന്നതിന് വേണ്ടി പണം നൽകണമെന്ന അനിമോന്റെ ശബ്ദ സന്ദേശത്തിലെ കണ്ടന്റ് അല്ല, അത് അനിമോന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് അന്വേഷിക്കണമെന്ന് താങ്കൾ പറയുന്നത്. അല്ല, ആ കണ്ടന്റിനെ കുറിച്ചും അനുമോന്റെ ഉദ്ദേശത്തെ കുറിച്ച്, അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ പിന്നിലെ ഗൂഢാലോചന. ഒരു ഗവൺമെന്റിനെതിരെ കൂട്ടാവുന്ന സംഘടിപ്പിക്കാവുന്നതെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് UDF-ഉം BJP-യും മുമ്പോട്ട് പോയിരുന്നല്ലോ. ഇനി അതിന്റെ രണ്ടാം ഘട്ടമാണോ എന്ന് അങ്ങനെ പറയാൻ കഴിയും? ഇത്തരം വിവാദം ഉണ്ടാക്കിക്കൊണ്ട് ഗവൺമെന്റിനെതിരെ പുതിയ സമരമുഖം തുറക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കെ ശിവരാമൻ, ഇടുക്കി CPI മുൻ ജില്ലാ സെക്രട്ടറിയാണ് കെ ശിവരാമൻ. ഇക്കാര്യത്തിൽ ഗൂഢാലോചന